Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. God has given us one more fantastic week to know Him more. അവനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ദൈവം അത്ഭുതകരമായ ഒരാഴ്ച കൂടെ നമുക്ക് നൽകിയിരിക്കുക. So get ready for a week of 6 morning glories. അതുകൊണ്ട് ഈ ഒരാഴ്ചയിലെ 6 മോർണിംഗ് ഗ്ലോറികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. Hallelujah. ഹല്ലേലൂയ. You're going to pray for the sponsors of today's episode. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് തിയ ആണ്. ഇന്ന് തിയയുടെ 7ാമത്തെ ജന്മദിനമാണ്. Wonderful. Many happy returns of the day, Thea. തിയയ്ക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിച്ചിരിക്കുന്ന തിയയുടെ ഗ്രാൻഡ് പേരൻസ് ആണ്, ഡോക്ടർ അലക്സാണ്ടർ ആൻഡ് സിസ്റ്റർ സൂസി അലക്സാണ്ടർ. കഴിഞ്ഞ ദിവസം ബ്രദറിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു, തിയയുടെ ബ്രദറിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഗ്രാൻഡ് പാരൻസ്. മേ ഗോഡ് ബ്ലെസ് യു. യു ആർ ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് തിങ് ബിക്കോസ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇത് സമർപ്പിച്ചിരിക്കുന്ന ഗ്രാൻഡ് പേരൻസിനോടുള്ള പ്രത്യേകമായ നന്ദി. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, തിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം ദൈവത്തെ അറിഞ്ഞു വളരുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വകരമായും ദൈവഹിത പ്രകാരവും ജീവിതം നയിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവ പൈതലായി വളരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്കിൻ അലർജി പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവെ, ഇന്നത്തെ അടുത്ത നമ്മുടെ സ്പോൺസർ കുവൈറ്റിൽ നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ മാതാവിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബർത്ത്ഡേ ദിനത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ കർത്താവെ അങ്ങ് പകരണമേ. വെൽവിഷന് ദൈവഹിത പ്രകാരമുള്ള വിവാഹം നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരന് ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Thank you so much, sponsors. And not only that, you can also join in this journey by becoming a partner or a sponsor. The details will be given on the screen. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. അപ്പോൾ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ യാത്രയിൽ സ്പോൺസേഴ്സായിട്ടോ പാർട്ട്നേഴ്സായിട്ടോ ഒക്കെ നിങ്ങൾക്കും ഒരുമിച്ച് കൂടാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The worship team is ready. We are going to worship the Lord. വർഷിപ്പ് ടീം റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരാ. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരാ. ധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. നാം സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിയിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. നാം സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിയിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, ഞാനും ചേർന്നു പാടും ദൂതർ തുല്യരാ. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. നാമം
ചേർന്നു പാടും ദൂതർ തുല്യരാ. Amen. Hallelujah. Praise God. In the last episode, we saw how the Holy Spirit worked in the earthly life of Jesus. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതായിരുന്നു നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. Today, we are going to think about how the Holy Spirit works in our lives, in our human lives. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. Are you ready for that? നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? Yeah, are you ready with your Bible, notebook, and a pen or whatever study tools you should have? നിങ്ങൾ ബൈബിൾ, നോട്ട്ബുക്ക്, പേന എന്തൊക്കെയാണോ നിങ്ങളുടെ പഠന സാമഗ്രികൾ അതൊക്കെയായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? All right, I repeatedly told you that this is the age of the Holy Spirit. ഞാൻ പലവട്ടം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്, യുഗമാണ്. This is the era, this is the dispensation of the Holy Spirit where it is completely done by Him. ഇത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് ഈ കാലഘട്ടം എന്നുള്ളത്. I can put it this way. These days, in this age, the Holy Spirit is the busiest person in the world. ഞാൻ ഇതിനെ ഇങ്ങനെ ചുരുക്കി പറയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രവർത്തന നിരതനായിരിക്കുന്ന വ്യക്തി, തിരക്കോടെ പ്രവർത്തന നിരതനായിരിക്കുന്ന വ്യക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. Many people say, even ministers, pastors, even say, I'm so busy, I don't have date, I'm so busy, the schedule is so tight. ഒത്തിരി ആളുകളും അതുപോലെ പാസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, അയ്യോ ഈ ദിവസങ്ങളിൽ എനിക്ക് വളരെ തിരക്കാണ്, എൻ്റെ മീറ്റിങ്ങുകൾ നിറഞ്ഞിരിക്കണം, ഒരു ദിവസം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനില്ല. But nobody is busier than the Holy Spirit. എന്നാൽ സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ പോലെ തിരക്കുള്ളവനായിട്ട് ആരും തന്നെയില്ല. Because same time he is present in all true churches. ഒരേ സമയം തന്നെ എല്ലായിടങ്ങളിലും എല്ലാ സഭകളിലും തന്നെ സന്നിഹിതനാണ്. Can you just think like this? On a given Sunday, the Holy Spirit is present in all the churches where the Sunday services are going on. ഓർക്കുക, ഒരു ഞായറാഴ്ച ദിവസം എവിടെയൊക്കെ ആരാധന നടക്കുന്നുണ്ടോ എല്ലാ ആരാധനാ യോഗങ്ങളിലും എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവുണ്ട്. So world over, in all churches, the same time he has to move in the preachers, he has to move in the people, he has to move in the choir, with the healing ministry. He's taking care of all the departments. ഇപ്പോൾ നോക്കുക, ഓരോ സഭകളിലും അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അവിടുത്തെ രോഗസൗഖ്യ ശുശ്രൂഷകളിലും ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് ഒരേ സമയം എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. That's about a Sunday. What about Monday to Saturday? അത് ഒരു ഞായറാഴ്ച ദിവസത്തെ കുറിച്ചാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസത്തിന്റെ കാര്യത്തിൽ എന്താണ്? The Holy Spirit has no rest. He is present in all children of God in all the continents of the world. ഓർക്കുക, പരിശുദ്ധാത്മാവിന് ഒരു റെസ്റ്റും വിശ്രാമവും ഇല്ല. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ദൈവജനങ്ങൾക്ക് വേണ്ടി അവൻ ബാക്കിയുള്ള ദിവസങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. So all throughout the week he has to support the prayer ministry. He has to be present everywhere. He has to emotionally support all the children of God. So he is the busiest person. Amen. ഓർക്കുക, ഓരോ ദൈവമക്കളുടെ കാര്യത്തിലും ഓരോ ദൈവജനത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും അവൻ വളരെ തിരക്കുള്ളവനായിട്ട് പ്രവർത്തിക്കുകയാണ്. Hallelujah. Hallelujah. When somebody falls, when a child of God falls, he has to support. ഒരു ദൈവ പൈതൽ വീഴുമ്പോൾ അവരെ താങ്ങേണ്ടതുണ്ട്. When somebody is sick, he has to heal. ആരെങ്കിലും രോഗിയാണെങ്കിൽ അവരെ He സൗഖ്യമാക്കേണ്ടതായിട്ടുണ്ട്. has to perform miracles here and there. അവിടെ ഇവിടെയൊക്കെ അവൻ അത്ഭുതങ്ങൾ When പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. Satan attacks, when the evil spirits come and attack the church or the children of God, he has to resist. പൈശാചിക ശക്തികൾ സഭകൾക്കെതിരെയോ ദൈവമക്കൾക്കെതിരെയോ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ തടയേണ്ട ആവശ്യമുണ്ട്. So the Holy Spirit is moving and working and functioning in all the aspects of every individual believer's life and corporately all over the world in the body of Christ. ഓർക്കുക, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും അപ്പോൾ തന്നെ ഓരോ സഭകളിലും ആഗോള വ്യാപകമായ സാർവദേശീയ സഭകളിലും ഒക്കെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Can you shout hallelujah?
Hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. Shall we thank the Holy Spirit for that? പരിശുദ്ധാത്മാവിന് അതിനുവേണ്ടി ഒരു നന്ദി അർപ്പിക്കാമോ? Yes, Holy Spirit, we thank you for the marvelous job you are doing in our lives. പരിശുദ്ധാത്മാവെ, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. Even during this morning glory time, you are working in the lives of all people who are watching this. കർത്താവെ, ഇപ്പോൾ ഈ മോർണിംഗ് ഗ്ലോറി സമയത്ത് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ചു We കൊണ്ടിരിക്കുകയാണ്. thank you and we appreciate you. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. Amen. Amen. So, in the last episode, I was talking about how the Holy Spirit moved in the life of Jesus. കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ചലിച്ചത്, പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. In somewhat similar way, He is moving in our individual lives also. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. He prepares the way for us to come into this world. ഈ ലോകത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുവാനുള്ള വഴി അവൻ ഒരുക്കി. Shall we read one scripture passage from Romans chapter 8, verse number 14 up to verse number 16. നമുക്ക് ഒരുമിച്ച് ചേർന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. For those who are led by the Spirit of God are the children of God. The Spirit you receive does not make you slaves, so that you live in fear again. Rather, the Spirit you received brought about your adoption to sonship, and by Him we cry, Abba, Father. The Spirit Himself testifies with our spirit that we are children. We are God's children. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Yes. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. Yes. So, in this passage we see how the Holy Spirit resides in us, and He gives a conviction that we are children of God. ഈ വേദഭാഗത്തു നിന്ന് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വാസം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നത് എന്നതിനെക്കുറിച്ചും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. And because of His attestation, because of His support, we call God Abba, Father. അവൻ്റെ അംഗീകാരത്തോടുകൂടെ അല്ലെങ്കിൽ അവൻ്റെ നിയമനത്തോടുകൂടെ നമുക്ക് നമ്മുടെ പിതാവിനെ അബ്ബാ എന്ന് വിളിക്കാൻ സാധിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So He gives us the sonship. അവൻ നമുക്ക് പുത്രത്വം നൽകി. We are no more slaves, we are sons and daughters. ഇനി മുതൽ നാം ആരും അടിമകളല്ല, ദാസന്മാരല്ല, മറിച്ച് നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. Now quickly I'm going to give you a list of things the Holy Spirit does in our lives. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ I'll പോകുകയാണ്. give you scripture references also. അതിനു വേണ്ടിയിട്ടുള്ള വേദവചന ഭാഗങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാം. You can write this down very quickly. വളരെ പെട്ടെന്ന് തന്നെ ഇത് എഴുതിയെടുക്കുക. So number 1, He gives us new birth. ഒന്നാമത്തെ കാര്യം, അവൻ നമുക്ക് പുതിയ ജനനം നൽകുന്നു. John chapter 3 verse number 5. യോഹന്നന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനം. So what is happening here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? We saw how Jesus was supernaturally conceived by the Holy Spirit. എങ്ങനെയാണ് യേശു കർത്താവ് അസാധാരണമായ വിധത്തിൽ ഗർഭധാരണം എടുത്തത് എന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. And in our case also, our spiritual birth is supernatural, that is not natural. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മുടെ ആത്മീക ജനനവും സാധാരണമല്ല, അത് അസാധാരണമാണ്. We are born of the Spirit. നാം ആത്മാവിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. We are born from above. നാം ഉയരത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. That is a supernatural birth. അതൊരു അസാധാരണമായ ജനനമാണ്. Hallelujah. ഹല്ലേലൂയ. Then we already saw in Romans chapter 8 that He makes us His children. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അവൻ നമ്മെ മക്കളാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. We are no more slaves, we are sons and daughters. നമ്മൾ ആരും ഇനി ദാസന്മാരല്ല, നമ്മൾ അവന്റെ മകനും മകളുമാണ്. And if you continue to read that passage, we will understand that we are
heirs of God and co-heirs with Christ. ആ വേദഭാഗം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ വേദഭാഗങ്ങൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. In the last episode we saw that the Holy Spirit took the Son of God and he made him into Son of Man. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടൊരു കാര്യമായിരുന്നു, പരിശുദ്ധാത്മാവ് ദൈവപുത്രനായ യേശുവിനെ അവൻ മനുഷ്യപുത്രനാക്കി തീർത്തു. Hallelujah. ഹല്ലേലൂയ. God was presented in flesh. ഇവിടെ ദൈവം ജഡത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. Now we are already living in the flesh. എന്നാൽ നാം എല്ലാവരും ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. And the Holy Spirit comes and he makes the sons of men sons of God. എന്നാൽ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ ഈ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യപുത്രന്മാരായ നമ്മെ അവൻ ദൈവപുത്രന്മാരാക്കി തീർക്കുകയാണ്. In other words, he is turning around. He is converting our humanity into divinity. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യത്വത്തെ അവൻ ദൈവികത്വത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. In other words, he works in us to form his divine nature into our human nature. ആമേൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ്റെ ദൈവിക സ്വഭാവത്തെ നമ്മളിലെ മനുഷ്യ സ്വഭാവത്തിലേക്ക് അവൻ പകരുകയാണ് ചെയ്യുന്നത്. That is the marvelous work of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ അപൂർവമായ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനമാണ്. Hallelujah. ഹല്ലേലൂയ. Now coming to 1 Corinthians chapter 6 and verse number 19. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ He makes us his temple. അവൻ നമ്മെ അവന്റെ ആലയങ്ങളാക്കി We തീർത്തിരിക്കുന്നു. already saw that. നമ്മൾ അത് കണ്ടു കഴിഞ്ഞതാണ്. He indwells in us. അവൻ നമ്മുടെ അകത്ത് വാസം ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. So because he is dwelling in us, because he is present in us, we are his temples today. അവൻ നമ്മിൽ വാസം ചെയ്യുന്നതുകൊണ്ട്, നമ്മുടെ അകത്ത് അവന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നാം അവന്റെ ആലയങ്ങളായിട്ട് ഈ കാലത്ത് മാറിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Now coming to Ephesians chapter 1, ഇനി ഇപ്പോൾ എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. verses 13 to 14, അതിന്റെ 13-14 വേദവചനങ്ങൾ. we see that the Holy Spirit comes to seal us. അവിടെ നാം കാണുന്നു പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് നമ്മുടെ മേൽ മുദ്രയിടുവാനായിട്ടാണ്. That means he is making us his property. അതിന്റെ അർത്ഥം നമ്മളെ അവന്റെ സ്വത്താക്കി അവൻ തീർക്കുന്നു എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. If the Holy Spirit is living in you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്നെങ്കിൽ you are his possession. നിങ്ങൾ അവന്റെ സ്വത്താണ്. And if you own something, it is your responsibility to keep it safe. ഓർക്കുക, എന്തെങ്കിലും ഒരു സ്വത്തിന് നിങ്ങൾ അവകാശികളാണെങ്കിൽ അത് നന്നായി കാത്തു പരിപാലിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Hallelujah. ഹല്ലേലൂയ. In the same way, because you are his possession, you are his prized property, he will take care of you. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവന്റെ സ്വത്താണെങ്കിൽ, അവന്റെ വിലയേറിയ ഒന്നാണെങ്കിൽ നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഉത്തരവാദിത്തം അവനുണ്ട്. Hallelujah. Hallelujah. Shall we thank God for that? അതിനുവേണ്ടി കർത്താവിനൊന്ന് കൈയൊന്ന് ഉയർത്തി ഒരു നന്ദി പറഞ്ഞേ. So the Holy Spirit makes us his property. പരിശുദ്ധാത്മാവ് നമ്മെ അവന്റെ സ്വത്താക്കി തീർത്തിരിക്കുകയാണ്. Then 2 Timothy chapter 2 verse number 19 to 21. ഇനി അടുത്തത് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വേദവചനങ്ങളിൽ He adopts us. അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നതായിട്ട് കാണാം. Always remember, a father who adopts a child, his love is greater than a person who has his own child and who loves his own child. ഓർക്കുക, ഒരു പിതാവ് ഒരു കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദത്തെടുക്കപ്പെട്ട പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ഒരു പിതാവിന് സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാഭാവിക ജനത്താൽ ഉണ്ടായ കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ പിതാവിനുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് ദത്തെടുക്കപ്പെട്ട പിതാവിനുള്ള സ്നേഹം. So the heavenly Father's love for us in that angle is greater. അങ്ങനെ നോക്കുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും വളരെ വലുതാണ്. But that adoption is done by the Holy Spirit. എന്നാൽ ആ ദത്തെടുക്കപ്പെടൽ ശുശ്രൂഷ നടത്തപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. Acts chapter 2 verse number 4. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വചനം. He fills us. അവൻ നമ്മെ നിറയ്ക്കുന്നു. In the days to come we will be
talking more about that infilling. ഈ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. It is the Holy Spirit who gives us the scriptures. പരിശുദ്ധാത്മാവാണ് തിരുവചനത്തെ നൽകിയിരിക്കുന്നത്. 2 Peter chapter 1 verse number 20. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വചനം. And also 2 Timothy chapter 3 and verse number 16. അപ്പോൾ തന്നെ 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിലും. Hallelujah. Hallelujah. He not only gives us scriptures, he also interprets the scriptures for us. അവൻ നമുക്ക് തിരുവെഴുത്തുകളെ തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനവും അവൻ നൽകിയിരിക്കുകയാണ്. Without that interpreter, all the interpretations will be in the wrong. ഈ വ്യാഖ്യാനി ഇല്ലാതെ ബാക്കി എല്ലാ വ്യാഖ്യാനങ്ങളും തെറ്റായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Now, coming to 1 Corinthians chapter 2 verse number 9 to 14. ഇനിയിപ്പോൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെയുള്ള വേദവചനങ്ങളിലേക്ക് വരാം. He reveals the things of God for us. അവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now, as children of God, he guides us. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നു. Romans chapter 8 and verse number 14. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വചനം. Then coming to 1 John chapter 2 verse number 27. ഇനിയിപ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ He anoints us. അവൻ നമ്മെ അഭിഷേകം ചെയ്യുന്നു. His anointing resides in us. അവന്റെ അഭിഷേകം നമ്മിൽ വാസം ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. 1 Peter chapter 1 verse number 23. അടുത്ത 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനം. He sanctifies us. നമ്മെ അവൻ ശുദ്ധീകരിക്കുന്നു. Remember, he is the Holy Spirit. ഓർക്കുക, അവൻ പരിശുദ്ധ ആത്മാവാണ്. He spreads his nature, his holy nature in us. അവന്റെ ആ ദൈവിക സ്വഭാവത്തെ, വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ സ്വഭാവത്തെ അവൻ നമ്മിലേക്ക് പകരുന്നു. Hallelujah. ഹല്ലേലൂയ. Not only that, when we read Galatians chapter 5 അത് മാത്രമല്ല ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം നാം വായിച്ചാൽ verses 22 and 23, 22-23 വേദവചനങ്ങളിൽ he gives us the fruit of the Holy Spirit. അവൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ ദാനം ചെയ്യും. Love, joy, peace, etc., etc. സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ. Hallelujah. ഹല്ലേലൂയ. So that way the divine nature is spread into our lives. അത്തരത്തിൽ ദൈവിക സ്വഭാവം അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. Then when we read 2 Corinthians chapter 3 verse number 6, ഇനിയിപ്പോൾ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. he empowers us for his ministry. അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ നമ്മെ ശാക്തീകരിച്ചിരിക്കുന്നു. And in that he also gives us the gifts of the Holy Spirit. അതിനു വേണ്ടിയിട്ട് അവന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ അവൻ He നമ്മിലേക്ക് gives us പകർന്നിരിക്കുന്നു. different languages, വ്യത്യസ്തമായ ഭാഷാവരങ്ങൾ, interpretation of languages, അതുപോലെ ഭാഷകളുടെ വ്യാഖ്യാനം, gift of prophecy, പ്രവചനത്തിന്റെ വരം, then gift of faith, വിശ്വാസത്തിന്റെ വരം, gift of working of miracles, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള gift വരം, of healing. രോഗസൗഖ്യത്തിന്റെ വരം. So many gifts of the Holy Spirit. വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. All through these functions, he is making us a supernatural being. ഈ ഓരോ പ്രവർത്തനങ്ങളിലൂടെ അവൻ നമ്മെ ഓരോരുത്തരെയും അസാധാരണ വ്യക്തിത്വമാക്കി തീർത്തിരിക്കുകയാണ്. The same spirit, he works in different ways. ഒരേ ആത്മാവ് വ്യത്യസ്തമായ വിധങ്ങളിൽ പ്രവർത്തിക്കുന്നു. One man of God put it like this. ഒരു ദൈവദാസൻ പറഞ്ഞത് പ്രകാരമാണ്, if you have electric connection, power supply in your home, you can use the same electricity for different purposes. നിങ്ങളുടെ ഭവനത്തിനകത്ത് വിദ്യുത് ശക്തി അഥവാ കറണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതേ കറണ്ട്, അതേ വിദ്യുത് ശക്തി കൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിലെ പല ഉപകരണങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. Electricity can be used for cooking. ഇലക്ട്രിസിറ്റിയെ നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. The same power we can use for ironing. അത് തന്നെ നമുക്ക് വസ്ത്രങ്ങൾ ഇസ്തിരിയിടുവാൻ ഉപയോഗിക്കാം. We can use the same power for pumping water. വെള്ളം അടിക്കുന്ന പമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് The same ഉപയോഗിക്കാം. electricity we can use to operate a computer. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുവാൻ അതേ ഇലക്ട്രിസിറ്റി Then ഉപയോഗിക്കാം. fan, light and many other home appliances. ഫാൻ, ലൈറ്റ് തുടങ്ങി ഭവനത്തിനകത്തുള്ള ഒത്തിരി ഗൃഹോപകരണങ്ങൾ പ്രവർത്തിക്കാൻ അത് But the ഉപയോഗിക്കാം. same power, if you are not careful, it can electrocute you and you can die. അതേ
ശക്തിയെ തന്നെ ശരിയായ വിധത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് നിങ്ങളെ ഷോക്ക് ഏൽപ്പിക്കാൻ, കരണ്ടടിക്കുവാൻ സാധ്യതയുണ്ട്. You can even die. നിങ്ങൾക്ക് മരിക്കുവാനും സാധ്യതയുണ്ട്. When we come to Acts chapter 5, ഇനി അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വന്നാലോ, this is what is happening there. ഇവിടെ എന്താണ് There സംഭവിക്കുന്നത്? was a couple, Ananias and Sapphira. അവിടെ ദമ്പതികളായിട്ടുള്ള അനന്യാസിനെ സഫീറയും കാണാം. They lied to the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞു. And they were electrocuted. Both of them died. രണ്ടുപേരും അവിടെ മരിച്ചതായിട്ട് നാം കാണുന്നു. Let it never happen in our churches. നമ്മുടെ സഭകളിലൊന്നും ഇത് സംഭവിക്കാതിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. The same power working in different ways. ഓർക്കുക, അതേ ശക്തി തന്നെ വ്യത്യസ്തമായ വിധങ്ങളിൽ All പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. right, we will continue with this study tomorrow also. ഈ സ്റ്റഡി നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. We will listen to a wonderful testimony. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെസ്റ്റിമണിയാണ് തുടർന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഹലോ ബ്രദർ, ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയാണെന്ന് പറഞ്ഞ് നവംബർ 19 ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു. അതിൻ്റെ വാർത്താ മെസ്സേജ് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരു നിമിഷം വരെ മദ്യപിച്ചിട്ടില്ല. അതിന് യേശുവിൻ്റെ നാമത്തിൽ ഒരുപാട് നന്ദി പറയുന്നു. യേശുവിനാണ് എൻ്റെ ഈ കുടുംബത്തിലെ സമാധാനം തന്നത്. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. യേശുവിനെ ഒരുപാട് Wonderful testimony. വളരെ മനോഹരമായിട്ടുള്ള You ഒരു see സാക്ഷ്യം. how the Lord is moving for His children. എങ്ങനെയാണ് ദൈവം തമ്പുരാൻ തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? God is going to move in your life. നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. We are going to pray together. നമ്മൾ ഒരുമിച്ച് ചേർന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Father, in Jesus' name, Lord, I pray that you may touch your people right now. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തെ തൊടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you, Father, for healing everyone who is sick in their body. കർത്താവേ, ശരീരത്തിൽ രോഗമുള്ള ഓരോ വ്യക്തികളെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പിതാവേ. Asthma be healed in Jesus' name. ആസ്മ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ All സൗഖ്യമാകട്ടെ. kinds of pain leave bodies right now. കർത്താവേ, എല്ലാ തരത്തിലുള്ള വേദനകൾ ഇപ്പോൾ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. Skin diseases be healed. എല്ലാ ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Allergies be healed. എല്ലാ അലർജികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. All kinds of insomnia be healed. എല്ലാ തരത്തിലുള്ള ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. And Lord, I pray that mental illness be healed. എല്ലാ മാനസിക രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Whatever your problem, you can stretch forth your hands towards the screen and you can pray now. എന്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Father, in Jesus' name, I release deliverance by faith in your name. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ വിടുതലുകൾ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പകരുകയാണ്. Thank you, Lord, for doing so. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി In നന്ദി. Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Remember to forward this video to all your friends. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ അയക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. And if you have not subscribed to Blessing Today YouTube channel, do it right away. നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. We are going to sing to the Lord right now. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന് പാട്ടുകൾ പാടാൻ പോവുകയാണ്. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും